ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചക്ക വേവിച്ചതിൻ്റെ വീഡിയോ കണ്ടാലോ. അപ്പോൾ നമ്മളിത് ചക്ക വേവിക്കാൻ പോവാണ്. നമ്മൾ ഇഡലി ചെമ്പിൽ വെച്ചിട്ട് നമ്മൾ ആവിയിലാണ് ചക്ക വേവിച്ചെടുക്കുന്നത് കേട്ടോ. ചിലരൊക്കെ കുക്കറിൽ വയ്ക്കും, കലത്തിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. നമ്മളിവിടെ ആവി വെച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെമ്പടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പിന് വേണ്ടിയിട്ട് ഇതേ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് കുറച്ച് കാന്താരി മുളകും 5-6 ചുള ചുമന്നുള്ളിയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതേ കുറച്ച് കല്ലുപ്പും ചേർത്ത് 1 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇനി കുറച്ച് അധികം കറിവേപ്പില ചേർക്കും കേട്ടോ. കറിവേപ്പിലയുടെ രുചി ഇവിടെ ഇഷ്ടമാണ് എല്ലാവർക്കും. പിന്നെ ചിലർ വെളുത്തുള്ളി ചേർക്കും. ഇവിടെ അമ്മയ്ക്ക് വെളുത്തുള്ളിയുടെ ചുവ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെളുത്തുള്ളി ചേർക്കണില്ല. ബാക്കി ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വലിയ ഫൈനായിട്ട് അരയ്ക്കേണ്ട, നോർമലായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി ആയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മളിത് വേറെ കലത്തിലേക്ക് വെച്ചിട്ട് ഈ അരപ്പൊന്ന് വേവിക്കണം. അത് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ചക്കയും റെഡി ആയിട്ടുണ്ട്. അപ്പം ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഇതേ ചക്ക വെന്തിട്ടുണ്ട്, നമ്മുടെ അരപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി അരപ്പിലേക്ക് ഇട്ടിട്ട് നമ്മളിന്ന് ഇതൊന്ന് ചൂടാക്കിയിട്ട് ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കും. ഇനി നമുക്കിതിന് മീൻ വറുത്തത് വേണമല്ലോ. ചക്കയും മീനും മുളകൊക്കെ ആണല്ലോ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് തന്നെ. മീൻ വറുക്കാൻ നമ്മൾ തിരണ്ട് മീനാട്ടോ ഉപയോഗിക്കുന്നത്. തിരണ്ട് മീൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. കാരണം അതിൻ്റെ ഉപ്പൊക്കെ കളയാനും പിന്നെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വറുത്തെടുക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും മുളക് ചമ്മന്തി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കാന്താരി മുളകും 4-5 ചുള ചുമന്നുള്ളിയും കുറച്ച് ഉപ്പും കൂടെ വെച്ചിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് ഇളക്കിയെടുക്കുന്നു. അത്രയേ ഉള്ളൂ നമ്മുടെ മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറുക്കാം. മീൻ വെന്ത് വന്നിരിക്കുന്ന മീനകത്തേക്ക് നമ്മളിതേ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലയും കൂടെ വെതൊരു ഡിസൈൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ചക്കയും മുളകും മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ.